24-ന് 300 3000 പേര് രാജിവെച്ചാലും 24-നൊന്നും സംഭവിക്കാൻ പറ്റില്ല. കാരണം ആ 24-ന് നേതൃത്വം കൊടുക്കുന്നത് മലയാള ചാനൽ ചരിത്രത്തിൽ ഈ പറയപ്പെടുന്ന ഒരു രണ്ടാം വിപ്ലവം ഉണ്ടാക്കിയ ആർ ശ്രീകണ്ഠൻ നായരാണ് എന്നത് തന്നെയാണ് 24-നൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു കോൺഫിഡൻസ്. ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് തമ്മിൽ പരിപാടിയാണ്. നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമുമായി ശ്രീകണ്ഠൻ നായർ വീണ്ടും വരും. എല്ലാ എപ്പിസോഡും വരും. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ അറിയുന്ന, ഇപ്പോഴും ജൻസി കുട്ടികൾക്കൊപ്പവും 70 വയസ്സുള്ള അപ്പൂപ്പന്മാർക്കൊപ്പവും നിൽക്കാൻ ഒരേപോലെ മനസ്സുള്ള മനുഷ്യന്റെ പേരാണ് ആർ ശ്രീകണ്ഠൻ നായർ. ഒന്നുമില്ല, 300 പേരല്ല 3000 പേരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവർ രാജിവെച്ചാൽ 30,000 പേരെ പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശ്രീകണ്ഠൻ നായർക്ക് ഉണ്ട്. കടുക്കിനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും, കമ്മലിട്ടവൻ പോയാൽ ചിമ്മിക്കിട്ടവൻ വരെ. അരുൺകുമാർ പോയപ്പോൾ 24 പോയോ? സുജയ പോയപ്പോൾ 24 പോയോ? വിജയകുമാർ പോവാണെങ്കിലും 24 പോലെ. കാരണം എന്താ? ആ വള്ളം തുഴയുന്ന ആളുടെ പേര് ആർ ശ്രീകണ്ഠൻ നായർ എന്നുള്ളതാണ്. രോഹിതേട്ടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പുതിയ മാധ്യമ സ്ഥാപനം വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഉണ്ടാകുന്നു, പലരും ചർച്ച ചെയ്യുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. ഇതോടുകൂടി തകർന്നടിയാൻ പോകുന്നത് 24 ന്യൂസ് ആണെന്നുള്ളൊരു നറേറ്റീവും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് പറയുന്നത് 300ഓളം തൊഴിൽ ഒഴിവുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, 300 പേർ 24-നെ ചതിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പുതിയ മാധ്യമ സ്ഥാപനം വരുമ്പോൾ തകർന്നടിയുന്ന അത്ര ദുർബലമായൊരു അടിത്തറയാണോ 24-നുള്ളത്? 24-ന്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും 24-ന്റെ മുഖമായി നിൽക്കുന്ന, 24-ന്റെ പിന്നണിയിലും മുന്നണിയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു പുതിയ മാധ്യമ സ്ഥാപനം, നമുക്കറിയാം രേവന്ത് റെഡ്ഡിയുടെ സഹോദരൻ്റെ ഫണ്ടിങ്ങിൽ അനിൽ അയിരൂർ നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ ചാനൽ വരികയാണ്. ഈ അനിൽ അയിരൂരിൻ്റെ നേതൃത്വത്തിൽ ഈ ചാനൽ വരുമ്പോൾ അവിടേക്ക് പോയ മുഖങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി പത്മ, ന്യൂസ് 24 മലയാളത്തിൻ്റെ ലക്ഷ്മി പത്മ അത്യാവശ്യം സീനിയർ ആയിരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. അതുകൂടാതെ ന്യൂസ് 24 മലയാളത്തിനെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാൻ മുൻപന്തിയിൽ നിന്നാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലൊക്കെ വലിയ സ്റ്റാർ പെർഫോമറായി മാറിയ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ചില തന്ത്രങ്ങളും ഒക്കെ, അതായത് ഒരു തന്നിലേക്ക് ആ ശ്രദ്ധയെത്താൻ, തൻ്റെ മാധ്യമത്തിലേക്ക് ആ ശ്രദ്ധയെത്താൻ കൃത്യമായ ഇനിഷ്യേറ്റീവും തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ. പക്ഷേ ലക്ഷ്മി പത്മയ്ക്ക് മുമ്പ് പറയേണ്ട പേര് സുജയ പാർവതിയുടെ പേരാണ്. ഏഷ്യാനെറ്റിൽ വാർത്താ വായനക്കാരിയായിരുന്ന, 24-ൽ അവതാരകയായിരുന്ന, പിന്നീട് 24-ൽ നിന്ന് റിപ്പോർട്ടറിലേക്കുള്ളൊരു ചാട്ടം. അതായത് തൻ്റെ രാഷ്ട്രീയം അത് ഈ പറയപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് പൊതുസമൂഹങ്ങളിൽ ചർച്ച ചെയ്യിപ്പിച്ച് അവസാനം പൊതുസമൂഹങ്ങളിൽ ഈ പറയപ്പെടുന്ന സുജയ പാർവതിക്ക് വേണ്ടി വലിയ പ്രചരണങ്ങളുണ്ടായി. അവസാനം റിപ്പോർട്ടർ ടി വിയിലേക്ക് പോവുകയും മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്ന സുജയ പാർവതി. ആ സുജയ പാർവതി മലയാള മാധ്യമങ്ങളിലെ ആദ്യത്തെ ഒരു ചീഫ് എഡിറ്ററായിട്ടാണ്, വനിതാ ചീഫ് എഡിറ്ററായിട്ടാണ് ബിഗ് ടി വിയിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അവിടെ ചിന്തിക്കുന്നത് വേണു ബാലകൃഷ്ണനെ പോലെ സീനിയറായ മുഖങ്ങൾ വേറെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഈ പറയപ്പെടുന്ന പല ചാനലുകളിലായി കണ്ടുമറന്ന മുഖമാണ്, അല്ലെങ്കിൽ കേട്ടുമറന്ന മുഖമാണ് വേണു ബാലകൃഷ്ണൻ്റെയൊക്കെ. സുജയ പാർവതിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഏഷ്യാനെറ്റിലെ ചില ബുള്ളറ്റിനുകളിലും പിന്നീട് 24-ൽ വലിയൊരു അവതാരകയായി വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ സുജയ പാർവതിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും സീനിയറായ വേണുചേട്ടനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് സുജയ പാർവതി അതിൻ്റെ ചീഫ് എഡിറ്റർ ആവുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അനിൽ അയിരൂർ ഏഷ്യാനെറ്റ്, അവിടെ നിന്ന് 24, അവിടെ നിന്ന് റിപ്പോർട്ടർ, പിന്നീട് സി എൻ്റർടൈൻമെൻറ്റ്സ്, സി മലയാളം, അവിടെ നിന്നാണ് ബിഗ് ടി വി എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ 24 മുതൽ റിപ്പോർട്ടർ വരെ, ഏഷ്യാനെറ്റ് 24 റിപ്പോർട്ടർ മുതലേ സുജയ പാർവതി ആ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അനിൽ അയിരൂരും സുജയ പാർവതിയും തമ്മിലുള്ള ഒരടുപ്പം, പ്രൊഫഷണൽ ആയിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ സുജയ പാർവതിയുടെ ടാലൻറ്റിനെ മനസ്സിലാക്കി അത് വിൽക്കാൻ സാധിക്കുമെന്ന, ഇപ്പോഴത്തെ ഒരു വാർത്താ സംസ്കാരത്തിൽ അത് വിൽക്കാൻ സാധിക്കുമെന്ന അനിൽ അയിരൂരിൻ്റെ ഒരു കാൽക്കുലേഷൻ ആയിരിക്കാം ചീഫ് എഡിറ്റർ പദവിയിലേക്ക് സുജയ പാർവതി എത്തുന്നത്. സുജയ പാർവതി ഇപ്പോൾ മലയാളത്തിൽ ആർ ശ്രീകണ്ഠൻ നായർ, അരുൺകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന പേരിനൊപ്പം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു പേരാണ് സുജയ പാർവതിയുടേത്. സുജയ പാർവതിയെ ഒരു ചർച്ചയ്ക്കിരുത്തിയാൽ സുജയ പാർവതിയുടെ രാഷ്ട്രീയം പറയും. പക്ഷെ അതിലെ കണ്ടന്റുകളെ കുറിച്ചൊക്കെ നമുക്ക് ചില സമയത്ത് ചില തമാശകളൊക്കെ തോന്നുമെങ്കിൽ പോലും ഒരു ഔട്ട്ഡോർ റിപ്പോർട്ടിങ്, അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ കണ്ടിരുന്ന മുഖങ്ങളൊന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ചരിത്രം ഉണ്ടായിരുന്നില്ല. അതൊക്കെ മാറ്റിക്കുറിച്ചത് 24 ആണ്. വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒരു ഒരു ഒരു
ഒരു ഇവന്റിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ആഘോഷം നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോഴോ ഒക്കെ ഈ പറയപ്പെടുന്ന ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പട്ടിക്ക് മേലെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന അവതാരക തന്നെയാണ് സുജയ പാർവതി. അപ്പം സ്വാഭാവികമായും ആ സുജയ പാർവതി ചീഫ് എഡിറ്ററായി പോകുമ്പോൾ ആ ചാനലിന്റെ ഒരു അജണ്ട എന്താണെന്ന് നമുക്ക് കൃത്യമായി ഏകദേശം ധാരണയിലേക്ക് എത്താം. പക്ഷെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായിരിക്കും. കാരണം വലിയ ഇൻവെസ്റ്റ്മെന്റിലാണ് ബിഗ് ടി വി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബിഗ് ടി വിയിലേക്ക് പോകുന്ന സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിക്കാണ്. അത് 24-നല്ല. അതെ, ഇപ്പൊ സുജയ പാർവതിയുടെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ നമ്മൾ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാർ മരിക്കുമ്പോഴും അച്യുതാനന്ദൻ സഖാവ് മരിക്കുന്ന സമയത്ത് പട്ടം വഴി ഇതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ സുജയ പാർവതി ഇതിന്റെ ഫ്രണ്ടിലുണ്ട്, റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ നമ്മൾ ഷിരൂരില് അർജുനെ കാണാതായ സമയത്തൊക്കെ 24/7 നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ വാല്യൂ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കുള്ളതിനേക്കാൾ ഒരു സ്റ്റാർ വാല്യൂ, ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണം വലിയ രീതിയിൽ ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയുടെ ലോഞ്ച് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സാറിന്റെ മരണം ഉണ്ടാകുന്നത്. ഈ മരണത്തെ വിറ്റ് കാശാക്കി, അത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അങ്ങനെ പറയുന്നതിനോട് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരു റിപ്പോർട്ടർ ടി വിയുടെ പുതിയൊരു ലോഞ്ച്, അതിൻ്റെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ ആ മരണത്തെ അവർ ഉപയോഗിച്ചു. വലിയ ബസ്സുകളിലൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ടർ ടി വിയുടെ ലോഗോ ഒക്കെ അടിപ്പിച്ചു, വലിയ യൂണിറ്റുകൾ, മാക്സിമം യൂണിറ്റുകൾ ഇറക്കി ആ ബസ്സിലേക്ക് അതിഥികളെ വിളിച്ചിരുത്തി അതിലിരുത്തി സംസാരിച്ച് പെട്ടെന്ന് പോകുന്ന ഒരു രീതി. അതിനുശേഷം ഈ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ മത്സരിച്ച പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവുമോ മേഘയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ കൃത്യമായ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന സമയത്താണ് സുജയ പാർവതിയുടെ വൈകാരികമായ റിപ്പോർട്ടിംഗ് നമ്മൾ കണ്ടത്. മരിച്ചു കിടക്കുന്നത് പറഞ്ഞ് അവിടെയാണ് ആ ഒരു വൈകാരിക തലം നമ്മൾ കണ്ടത്. അതെ, അവിടെ നിന്ന് ഈ പറയപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് BJP സ്ഥാനാർത്ഥിയുടെ ക്രെയിനിൽ കയറി ആകാശത്ത് പോയൊരു റിപ്പോർട്ടിംഗ് ഉണ്ട് സുജയ പാർവതിയുടെ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലൊരു ഓളം ഉണ്ടാക്കാൻ സുജയ പാർവതിക്ക് സാധിച്ചിട്ടുണ്ട്. സുജയ പാർവതിക്ക് ഒപ്പം ഇരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനൊന്നും അത്തരത്തിലൊരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെയും ഇപ്പോ മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്ന മാധു സജിയും അത്യാവശ്യം ചർച്ചകളിൽ മാത്രമല്ല, ചർച്ചകളിലും പെർഫോമറാണ്. ഇവരെക്കാളൊക്കെ പെർഫോമറാണ് മാധു സജിയുടെ ചർച്ചകളൊക്കെ ഞാൻ വീക്ഷിക്കാറുള്ള ചർച്ചകൾ. നല്ലൊരു മോഡറേറ്റർ ആണ്, ഉറപ്പായിട്ടും വളരെ രസകരമായി കൊണ്ടുപോകും. കോൺഫിഡന്റ് അടുത്ത് കോൺഫിഡന്റ് ഉണ്ട്, പുച്ഛിക്കേണ്ട അടുത്ത് പുച്ഛമുണ്ട്, സങ്കടം വരേണ്ട അടുത്ത് സങ്കടമുണ്ട്. എന്നാൽ അതിവൈകാരികതയിലേക്ക് പോകില്ല, പോയിന്റുകളിൽ ഉറച്ചു നിന്ന് ചർച്ചകൾ നയിക്കാൻ സാധിക്കുന്ന ഒരു നല്ല വനിതാ മാധ്യമ പ്രവർത്തകയായിട്ട് മാധു സജി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മാധു സജി ഈ ഫീൽഡിൽ ഇറങ്ങിയ റിപ്പോർട്ടിങ്ങിന് അത്യാവശ്യം മികവുള്ള ഒരാൾ തന്നെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ റിസൾട്ട് സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇറങ്ങുമ്പോൾ അഭിലാഷ് മോഹനും മാധു സജി ഇറങ്ങി കളത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഇപ്പം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തുടക്കം എവിടെ നിന്ന് എന്ന് ചിന്തിക്കണം. മലയാള വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ ദൂരദർശന്റെ കാലഘട്ടം, എൻ്റെയൊക്കെ ചെറുപ്പം ദൂരദർശന്റെ കാലഘട്ടം, അവിടെ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടാക്കുന്ന കണ്ണാടി പോലെയുള്ള പരിപാടികളും ഏഷ്യാനെറ്റിന്റെ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈലും ഒക്കെ അവിടെ വളരെ കോട്ടൊക്കെ ധരിച്ച് വളരെ ഇങ്ങനെ വന്നിരുന്നത്. ഹാഷ്മിയൊക്കെ പണ്ട് വായിക്കുന്ന ഏഷ്യാനിൽ വായിക്കുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ ശരി. അവിടെ നിന്ന് ഈ റിപ്പോർട്ടർ ടി വിയുടെ സ്ഥാപകനായ നികേഷ് കുമാർ, നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യ വിഷൻ, മുന്നൂർ സാറിന്റെ നേതൃത്വത്തിലൊക്കെ വരുന്ന ഇന്ത്യ വിഷൻ മലയാള മാധ്യമത്തിലെ മുഴുവൻ തലങ്ങളെയും അവതരണ രീതികളെയും മാറ്റിമറിക്കുന്ന ഒരു സംവിധാനവുമായിട്ട് വന്നു. പക്ഷെ ഇന്ത്യ വിഷൻ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം അതിന്റെ മാനേജ്മെന്റ് തലത്തിലും മറ്റുമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു മൊത്തത്തിലൊരു വാർത്താ വിപ്ലവം ഇന്ത്യ വിഷൻ ഉണ്ടായി. ഇന്ത്യ വിഷന് ശേഷം ഒട്ടനവധി മാധ്യമങ്ങൾ വന്നുവെങ്കിലും അതുപോലെ അതില്ലെങ്കിൽ അതിൽക്കും മേലെ കാലത്തിനനുസരിച്ച് ഇതിനെ മാറ്റി നിർത്തിയ ചാനലായി 24 വളരുന്നൊരു കാഴ്ചകൾ. ആ 24 ആണ് തകരും എന്ന് ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത്. ഇപ്പം 300 പേര് പോയാൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയട്ടെ മേഘ, 24-ന് മീഡിയ അക്കാഡമി ഉണ്ട്. അപ്പോൾ ഞാൻ പല സ്ഥാപനങ്ങളിലെയും ഓൺലൈൻ മാധ്യമങ്ങളിലും ചീഫ് എഡിറ്ററായിട്ടും അല്ലെങ്കിൽ റിപ്പോർട്ടറായിട്ടും സീനിയർ സബ് എഡിറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ അവിടേക്ക് ഈ 24-ന്റെ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ റെസ്യൂമുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലേ? അപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പെർഫോമേഴ്സിനെ മാത്രമാണ് 24 അവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ട്രെയിനിയായി നിർത്തി ഇതെല്ലാം പഠിപ്പിച്ചു വിടുകയാണ്. പിന്നീട് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയി കഴിവ് തെളിയിച്ച പല ആളുകളും ഇന്ന് ഈ പറയപ്പെടുന്ന എണ്ണം പറഞ്ഞ റിപ്പോർട്ടർ ടി വി അടക്കം അല്ലെങ്കിൽ 24 അടക്കമുള്ള ഫ്ലോറുകളിൽ നിന്ന് വാർത്തകൾ വായിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ഇന്റർവ്യൂവിന് വന്ന പല കുട്ടികളും പിന്നീട് എവിടെയെങ്കിലുമൊക്കെ ഓൺലൈൻ ചാനലിൽ പോയി അവർക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് തിരിച്ച് പിന്നീട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്.
മുട്ട അട വെച്ച് വിരിക്കുന്നത് പോലെ 24-ന്റെ ഒക്കെ മീഡിയ അക്കാഡമിയിൽ പിള്ളേരെ പഠിപ്പിച്ചിറക്കുന്നുണ്ട്. 24-ന് 300 3000 പേര് രാജിവെച്ചാലും 24-നൊന്നും സംഭവിക്കാൻ പറ്റില്ല. കാരണം ആ 24-ന് നേതൃത്വം കൊടുക്കുന്നത് മലയാള ചാനൽ ചരിത്രത്തിൽ ഈ പറയപ്പെടുന്ന ഒരു രണ്ടാം വിപ്ലവം ഉണ്ടാക്കിയ ആർ ശ്രീകണ്ഠൻ നായരാണ് എന്നത് തന്നെയാണ് 24-നൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു കോൺഫിഡൻസ്. നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ, അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ബിഗ് ടി വി അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ 24-ന് മന്ദഗതി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാര്യം എന്താ, ആർ ശ്രീകണ്ഠൻ നായരുടേതായ പരിപാടികളൊന്നും വലുതായിട്ട് അതിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചയായി 24 സംരക്ഷണം ചെയ്യുന്ന പരിപാടികൾ, പ്രൈം ടൈം ചർച്ചകളിൽ പോലും ശ്രീകണ്ഠൻ നായർ കയറിയിരുന്ന് കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ശ്രീകണ്ഠൻ നായരുടെ ജീവിതത്തിൽ ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് തമ്മിൽ പരിപാടി, നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമുമായി ശ്രീകണ്ഠൻ നായർ വീണ്ടും എല്ലാ എപ്പിസോഡും വരണം. യൂട്യൂബിൽ നോക്കൂ, എല്ലാ പ്രൊമോ വരുമ്പോ തന്നെ അതിലൊരു ആകാംക്ഷയുണ്ട് എന്തായിരിക്കും. അതിനകത്ത് ഒന്നുമില്ല. കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നു, കുറച്ച് പേര് അപ്പുറത്തിരിക്കുന്നു. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് മോഡറേറ്റ് ചെയ്തു പോകുന്ന ഒരു സാധാരണ എത്രയോ പേർ ആർ ശ്രീകണ്ഠൻ നായർക്ക് ശേഷം നമ്മൾ തമ്മിൽ അവതരിപ്പിക്കാൻ ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിലെത്തി. ആർ ശ്രീകണ്ഠൻ നായർക്ക് പകരക്കാരനായി അവിടേക്ക് എത്തിയ ആളുടെ പേരാണ് ഡോക്ടർ അരുൺകുമാർ. ഓർമ്മയുണ്ടോ? നമ്മൾ തമ്മിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെയൊക്കെ നമ്മൾ പിന്നെ മീഡിയ വണ്ണിൽ വാർത്താവതാരകനായിട്ടൊക്കെ പോകുന്ന കാഴ്ചയുണ്ടോ. പിന്നീട് KB ഗണേഷ് കുമാർ ഇത് ചെയ്തു. മന്ത്രി KB ഗണേഷ് കുമാർ നമ്മൾ തമ്മിലിന്റെ അവതാരകനായി എത്തി ഏഷ്യാനെറ്റിൽ. എനിക്ക് ജഗദീഷ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പല സെലിബ്രിറ്റികളും എത്തി. പക്ഷെ ശ്രീകണ്ഠൻ നായരുടെ മൂക്കിന്റെ ഒരറ്റത്ത് തൊടാൻ അവർക്കൊന്നും സാധിച്ചു. ഞാൻ ഒരു പ്രോഗ്രാമിനെ പറ്റി അല്ല പറയുന്നത്. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ അറിയുന്ന, ഇപ്പോഴും ജൻസി കുട്ടികൾക്കൊപ്പവും 70 വയസ്സുള്ള അപ്പൂപ്പന്മാർക്കൊപ്പം നിൽക്കാൻ ഒരേപോലെ മനസ്സുള്ള മനുഷ്യന്റെ പേരാണ് ആർ ശ്രീകണ്ഠൻ നായർ. അവരെയാണ് പറയുന്നത് 300 എംപ്ലോയീസ്. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന ആർ ശ്രീകണ്ഠൻ നായർ വന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞിടയിൽ എവിടെയോ കേട്ടതാണ്, 24-ന് രക്ഷപ്പെടണമെങ്കിൽ ആർ ശ്രീകണ്ഠൻ നായരുടെ മുഖം സ്ക്രീനിൽ വരാതിരിക്കണം. ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റാണ്. ഒരാൾ എന്നോട് പറഞ്ഞാണ്. ഞാൻ ആലോചിക്കണം, ഇവൻ എന്ത് പൊട്ടത്തിലൂടെ പറയുന്നത്. ഈ ആർ ശ്രീകണ്ഠൻ നായരെ കണ്ടിരിക്കാൻ വേണ്ടി മാത്രം 24 വെക്കുന്ന എത്ര പേരുണ്ട്. ശ്രീകണ്ഠൻ നായർ തന്നെ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒറിജിനൽ ഒന്നേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാടുണ്ടാവും. ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരും. ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു ട്രെൻഡിൽ ആ ട്രെൻഡ് കൊണ്ടുവന്നത് 24 ആണ്, ശ്രീകണ്ഠൻ നായരാണ്. മുണ്ടെടുത്ത് ഒരു ഗ്ലാസ് ചായയുമായി ഫ്ലോറിൽ ഇറങ്ങി വന്ന് രാവിലെ വാർത്ത എഴുതുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പം ശ്രീകണ്ഠൻ നായർക്ക് നാളെ സ്വന്തം ദേശമായ കൊട്ടാരക്കരയിൽ രാവിലെ എത്തേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ എത്തേണ്ട ആവശ്യമുണ്ട്. നാളെ രാവിലെ അതിന്റെ മോർണിംഗ് പരിപാടി കൊട്ടാരക്കരയിൽ നിന്നാണ് സ്വിച്ച് ചെയ്യുന്നത്. അദ്ദേഹം പോകുന്നു, അദ്ദേഹം തലേന്ന് അവിടെ എത്തുന്നു, പിറ്റേന്ന് യൂണിറ്റ് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. പുള്ളിയുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഈ മോർണിംഗ് ഷോ ആയിട്ട് പുള്ളി ഇറങ്ങും. കണ്ടന്റ് അവിടെ നിന്ന് ഒഴുകി എത്തും പുള്ളിക്ക്. അത് ശ്രീകണ്ഠൻ നായർക്ക് കൊടുക്കുന്ന ഈ വയസ്സിലും ഊർജ്ജസ്വലതയോടെ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം 24 തകരാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണ്, വിജയകുമാർ 24-ൽ നിന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. ശ്രീകണ്ഠൻ നായർ സംസാരിച്ചിട്ട് നിൽക്കാൻ വിജയകുമാർ തയ്യാറെടുത്തില്ല. ബിഗ് ടി വിയുടെ അനൗൺസ്മെന്റ് സമയത്ത് തുടക്കത്തിൽ കേട്ടത് സുജയ പാർവതിയുടെ പേരൊന്നുമല്ല, ഹാഷ്മി താജ് ഇബ്രാഹിം 24-ൽ നിന്ന് രാജിവെച്ചു. ഹാഷ്മി താജ് ഇബ്രാഹിം ബിഗ് ടി വിയിലേക്ക്. ഇങ്ങനെ വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. അന്ന് ഈ ശ്രീകണ്ഠൻ നായരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഹാഷ്മി 24-ൽ നിലയുറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇതിന് നന്ദിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പലരും പറയുന്നത് നന്ദിയുടെ കാര്യം. നന്ദിയുടെ ആവുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ സീരിയസ്ലി ഞാൻ പറയാം. ഇപ്പൊ മേഘ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനൽ, മേഘ ഒരു മുൻനിര സാറ്റലൈറ്റ് മാധ്യമത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളാണ്, വാർത്ത കൈകാര്യം ചെയ്തുകൊണ്ട് വന്ന ആളാണ്. താങ്കൾക്ക് ഇവിടെ നല്ലൊരു പാക്കേജ് ഓഫർ ചെയ്തപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് ആ ഒരു ജോലിയിൽ ചേഞ്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോഴായിരിക്കാം മറ്റൊരു ജോലി തേടിപ്പോയത്, അല്ലെങ്കിൽ താങ്കൾക്ക് അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. നാളെ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് മറ്റൊരു നല്ല ഓഫർ വരുമ്പോൾ താൻ എടുക്കും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഓണർമാരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി. ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഗുരുതുല്യരായി കാണുന്ന പല ആളുകളും വിളിച്ചതുകൊണ്ട് പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്ത മാധ്യമത്തിന്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹം ആ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇവൻ എന്നോട് നന്ദി, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തു എന്ന് വിചാരിച്ച നാളെ ഒരു മാധ്യമ സ്ഥാപനം എനിക്ക് തുടങ്ങരുത് എന്നില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഈ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ ഇവരെ ആരുടെ നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞിട്ടതുപോലെ തോന്നുക, വിട്ടുപോകാൻ വിട പറയാൻ തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംശയമുണ്ട്. ലക്ഷ്മി പത്മ ന്യൂസ് 24 മലയാളത്തിൽ നിന്ന് 24/7 മലയാളത്തിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നുള്ള ഒരു വൈകാരിക കുറിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലെ മോത്തിയാണെന്ന് തോന്നുന്നു ഒരു രസകരമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്കത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം എന്ന് എനിക്ക് തോന്നി. കാരണം ഒരാൾ ഒരു മാധ്യമ സ്ഥാപനം വിടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നേഷൻ ഫെസ്റ്റിൽ നിന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വരികയാണെങ്കിൽ ഉറപ്പായും ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന വൈകാരിക ബന്ധങ്ങൾ, എനിക്ക് മനുഷ്യരോടും ഉണ്ടായ അടുപ്പം, എനിക്ക് കരിയർ വൈസ് എനിക്ക് മുന്നേറാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഞാൻ വിവരിച്ച് വീഡിയോ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പോൾ അതിനെ ട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? മോത്തിയെ സംബന്ധിച്ചിടത്തോളം മോത്തി ഒരു മുൻനിര മാധ്യമത്തിൽ നിന്ന് പിന്നെ ഓൺലൈനിലേക്ക് വന്ന് പിന്നീട് മാതൃഭൂമിയിലേക്ക് പോയാലാണ്. സ്വാഭാവികമായിട്ടും ലക്ഷ്മി പത്മയായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ട്രോൾ വീഡിയോയുമായി ഒരു മാധ്യമ പ്രവർത്തക വരണമെങ്കിൽ മോത്തി അത്യാവശ്യം ഈ പറയപ്പെടുന്ന ലക്ഷ്മി പത്മയെ പോലെ തന്നെ റേഞ്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ കാണുന്നത്. വളരെ നല്ല രീതിയിൽ വാർത്തകൾ ഇപ്പോൾ ഓൺലൈനിലായിരുന്നപ്പോഴും മോത്തിയുടേതായ ഒരു സ്ഥാനം കണ്ടെത്താൻ സാധിച്ചു. ആ മോർണിംഗ് സ്ലോട്ട് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു പങ്കുണ്ട് മാതൃഭൂമിയിലെ മോത്തിയാണ്. അപ്പം മോത്തിക്ക് അത് ചിലപ്പോൾ എനിക്കത് ഓക്കേഡായിട്ടാണ് തോന്നിയത്. ഞാൻ മോത്തിക്ക് പോണ ആ വിഷയത്തിൽ അത്രയും വൈകാരികമല്ല. അത് അത്രയും വൈകാരികത ആ സ്ഥാപനത്തിനോടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ഞാൻ അങ്ങനെ പറയാം, വൈകാരികമാകരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വിജയകുമാർ പോവുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ പോകും. അത് ഞാനൊരു എംപ്ലോയി എന്ന നിലയിൽ നിന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇനി ഇപ്പുറത്ത് മാനേജ്മെന്റ് എന്ന തലത്തിൽ നിൽക്കുക. ഇപ്പം നമ്മളൊരു ഓൺലൈൻ മാധ്യമ സ്ഥാപനം നടത്തുന്നു. നമുക്ക് പല ഈ മേഖലയിൽ പല ബിസിനസ്, പബ്ലിഷിംഗ് കമ്പനി അടക്കം പല ബിസിനസ്സുകൾ നമ്മൾ നടത്തുന്നവരാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്താൻ ഇപ്പോൾ മേഘയെ അല്ലെങ്കിൽ കെബിനെ അല്ലെങ്കിൽ ഹർഷയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആതിരയൊക്കെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകണം. അതെപ്പോഴും മാനേജ്മെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം വീഡിയോകൾ ചെയ്യുന്ന, സംസാരിക്കാൻ അറിയുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, എന്നെ വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായി ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സഹായികളുടെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആവശ്യമുള്ളത്, ജേർണലിസ്റ്റുകളുടെ ആവശ്യമുള്ളത്. എന്റെ നോളജ് അല്ല നിങ്ങൾക്ക് ജേർണലിസ്റ്റ്, എന്റെ കോണ്ടാക്ട്സ് അല്ല നിങ്ങൾക്ക്. അപ്പൊ കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്ഥാപനത്തിലേക്ക് മേഘ വരികയാണ്. മേഘ ഇപ്പോൾ കേരള കൗമുദിയിൽ നിന്നാണ് നേഷൻ ഫെസ്റ്റിലേക്ക് വന്നത്. പക്ഷേ മേഘ കേരള കൗമുദിയിൽ പ്രാക്ടീസ് ചെയ്തൊന്നും ആയില്ലല്ലോ ഇവിടെ വരുമ്പോൾ. മേഘ ആ ഒരു 2 ആഴ്ച കാലം കൊണ്ട് നമ്മുടെ ഒരു രീതിയിലേക്ക് ഇഴുകിച്ചേർന്നു. ചില ആളുകൾക്ക് അത് 2 മാസമാകും, 3 മാസമാകും, അങ്ങനെ പോകും. പക്ഷെ ഒന്ന് സെറ്റായി, സിങ്കായി, ഓക്കെ ആയി ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു സ്ഥാപനം മേഘയ്ക്ക് വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ സാലറിയേക്കാൾ ഒരു 15, 20, 30% ഹൈക്കിലേക്ക് താങ്കളെ വിളിക്കുന്നു. താങ്കൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഇവിടെ ആലോചിക്കുക കൂടി ചെയ്യാതെ ഫേസ്ബുക്കിൽ ഒരു റെസിഗ്നേഷൻ ഇട്ട് ഒരു രാജിക്കത്ത് കൊടുത്തിട്ട് ഇറങ്ങി പോകുമ്പോൾ താങ്കളെ ഇപ്പോൾ ഈ കാണുന്ന ഓൺലൈന് പറ്റിയ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ആ മാധ്യമ സ്ഥാപനത്തിലെ ബാക്കിയുള്ളവരിട്ടൊരു എഫേർട്ട് ഉണ്ട്. അത് കാണാതെ പോകരുത് എന്നുള്ളിടത്താണ് ഞാൻ പറയുന്നത്. സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് പോയി. അവരുടെ തീരുമാനം, അവർക്ക് വലിയ സാലറി ആണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല, 10 ലക്ഷം രൂപ മാസം ശമ്പളം എന്നൊക്കെ പറയുന്നത് എനിക്കത് വലിയ എനിക്കത് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. എനിക്കത് വലിയ അത്ഭുതമാണ്. ബിഗ് ടി വി പോലെ 600 കോടി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ചാനലിൽ ചീഫ് എഡിറ്റർക്ക് 10 ലക്ഷം രൂപ ശമ്പളം കൊടുത്തില്ലെങ്കിൽ പിന്നെന്താ? ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിൽ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബിഗ് ടി വി പോലൊരു എന്തുമാത്രം പണിയാ. ഞാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പണിക്ക് വരുന്നില്ലെങ്കിൽ പോകില്ലായിരുന്നു. അങ്ങനെ പൊക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയും വേണം. ഞാനിപ്പോൾ കൊടുക്കാൻ തയ്യാറാ. എൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു 80,000 90,000 രൂപ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരാൾ എനിക്ക് വേണമെന്ന് തോന്നിയാൽ അയാൾക്ക് 1 ലക്ഷമോ 1.10 കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ പറയുന്നത് കെട്ടിവെച്ചിട്ടല്ല. കാരണം ഈ 1.10 കൊടുത്താൽ അതുകൊണ്ട് 5,50,000 ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അത് ബിഗ് ടിവിയുടെ കോൺഫിഡൻസ്. അതിൽ ഒരു അത്ഭുതവും ഇല്ല എന്നുള്ളതാണ്. ഒരത്ഭുതവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് ഇവർ 24-ൽ നിന്ന് ചാടിയ ഒരു രീതി. അപ്പോൾ റിപ്പോർട്ടറിലേക്ക് ചാടിയപ്പോൾ പുറത്ത് കേട്ട എന്താ, 24-ന് ഫണ്ട് ചെയ്യുന്നത് റിപ്പോർട്ടറിന് ഫണ്ട് ചെയ്യുന്നത് ഒരേ ആളാണ്, ഞാൻ പേര് പറയുന്നില്ല എന്നൊരു കിംവദന്തി സമൂഹത്തിൽ കേട്ടു. ഇവർ തമ്മിലായട്ടി. റേറ്റിംഗിൽ എപ്പോഴും ഏഷ്യാനെറ്റ് തന്നെ 1ാം സ്ഥാനത്ത് തുടങ്ങും. ഏഷ്യാനെറ്റ് ഇപ്പോഴും മലയാളിക്ക് വളരെ അവരുടെ രീതി, അവരുടെ പാറ്റേൺ സ്റ്റൈലാണ്. റിപ്പോർട്ടർ ടി വി 2ാം സ്ഥാനത്ത്. റിപ്പോർട്ടർ ടി വി എങ്ങനെയാണ് 2ാം സ്ഥാനത്ത് വന്നത് എന്ന ചോദ്യമുണ്ട്. കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് അടക്കം എടുത്തുകൊണ്ട് എന്തോ ആയിക്കോട്ടെ, ഇതൊരു യുദ്ധമാണ്, ഇവിടെ മാർഗമല്ല ലക്ഷ്യമാണെന്നുള്ളതാണ്. അവരതിൽ വിജയിച്ചു. 3ാം സ്ഥാനത്ത് 24 നിലവിലെത്തി. ഈ 24-നുള്ളിൽ ഈ ആൻഡോ അഗസ്റ്റിൻ ഇരുന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംസാരിക്കുന്ന പോലെ അല്ല 24-ൽ ശ്രീകണ്ഠൻ നായർ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് സ്റ്റൈലും അദ്ദേഹം ഈ പറയപ്പെടുന്ന ഒരിക്കലും ചിലർ പറയും അതിപ്പോൾ ആൻഡോ അവിടെ വന്ന് സംസാരിക്കുന്നത് അതുപോലെയല്ല.
ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, 24 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അക്കാഡമി, ഈ ബിസിനസ്സുകൾ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് പോകുന്നത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ തലയാണ്. ഈ ഇവരുടെ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇൻസൈറ്റ് മീഡിയ സിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാനറിലാണ്. 24ഉം ഫ്ലവേഴ്സും അക്കാഡമിയും ഒക്കെ. അപ്പോൾ ഈ ഇവരുടെ ലോഞ്ച് വർഷങ്ങൾക്ക് മുമ്പ്, വർഷം ഞാൻ ഓർക്കുന്നില്ല, അതായത് ഫ്ലവേഴ്സ് TV അവതരിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ക്രിക്കറ്റ് താരം ശ്രീശാന്തും രഞ്ജിനി ഹരിദാസും അവതാരകരായി ഒരു വലിയ ഇവന്റിലാണ്, ഒരു ആകാശത്തുനിന്ന് വന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു വലിയ ഇവന്റാണ്. മമ്മൂട്ടിയൊക്കെ പങ്കെടുത്ത, മോഹൻലാലും കമൽഹാസനും ഒക്കെ പ്രതീക്ഷിച്ച് മമ്മൂട്ടി വന്നിരുന്നൊരു പരിപാടിയാണ്. അന്ന് മമ്മൂട്ടി നടത്തിയൊരു പ്രസംഗം, ഞാൻ അതിൻ്റെ മുൻനിരയിൽ പോയിരുന്ന ആ പരിപാടി കണ്ട ആളുകൾ കൂട്ടത്തിലാണ്. മമ്മൂട്ടി നടത്തിയൊരു പ്രസംഗമുണ്ട്. ശ്രീകണ്ഠൻ നായർ ഒരു പെൻഡ്രൈവുമായിട്ട്, ശ്രീകണ്ഠൻ നായർ ആദ്യം പ്രസംഗിച്ചു, കേവലം ഒരു പെൻഡ്രൈവിൽ എൻ്റെ ആശയങ്ങളുമായി ഇറങ്ങിയ ആളാണ് ഞാൻ. ഒരു ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നമ്മളൊന്നുമല്ല എന്ന് തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ എൻ്റെ ആശയങ്ങളും ഒരു പെൻഡ്രൈവിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. എൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് ശ്രീകണ്ഠൻ നായർ പറയുമ്പോൾ, മമ്മൂട്ടി എൻ്റെ അവസാനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ശ്രീകണ്ഠൻ നായർ അല്ല, ഗോകുലം ഗോപാലൻ എങ്ങനെയെങ്കിലും ഒരു ചാനലിന്റെ ചെയർമാൻ ആകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായർ ഒരു പെൻഡ്രൈവ് പോയിട്ട് നോക്കൂ. ആ മനുഷ്യന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിനൊപ്പം പണം മുടക്കിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട്, ഭീമാ ഗോവിന്ദൻ അടക്കം ഒരുപാട് പേര്. അതിന് മുഴുവൻ അവർ തിരിച്ചു കൊടുത്തില്ലേ. മലയാളത്തിന്റെ എന്റർടൈൻമെന്റ് മേഖല മുഴുവൻ ഫ്ലവേഴ്സ് മാറ്റിമറിച്ചു. 24 വാർത്താ മേഖല മുഴുവൻ മാറ്റിമറിച്ചു. ഈ പറയപ്പെടുന്ന പേരുകാർ, സുജയ പാർവതി ആകട്ടെ, ഈ വലിയ ഗീർവാണം അടിക്കുന്ന, അങ്ങനെ തന്നെ പറയാം, അരുൺകുമാർ ആകട്ടെ, ഇവരെയൊക്കെ കൊണ്ടുവന്ന ആരാ? ശ്രീകണ്ഠൻ നായർ ഉണ്ടാക്കി കൊടുത്ത സ്പേസിലേക്കാണ് ഈ അരുൺകുമാർ കയറി വന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ 24 അവർക്കൊപ്പം വലിയ ശമ്പളം കിട്ടിയപ്പോൾ അവർ മാറിപ്പോയി, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓർമ്മയുണ്ടാവും, എനിക്കിപ്പോഴും ഈ നെഹ്റു ട്രോഫി വള്ളംകളി ലൈവ് റിപ്പോർട്ട് ചെയ്യാണ് റിപ്പോർട്ടറും 24ഉം. ഒരറ്റത്ത് അരുൺകുമാർ, ഒരറ്റത്ത് ശ്രീകണ്ഠൻ. ഇവർ തമ്മിൽ കണ്ടു. അപ്പൊ അരുൺകുമാർ കാണുന്നില്ല ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായർ സംസാരിച്ച് വന്നിട്ട്, അരുണേ സുഖമാണോ ലൈവ്? അരുണ് പെട്ടെന്ന് ശ്രീകണ്ഠൻ നായർ, സുഖമാണ്, സുഖമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പോക്ക്. അത് ആ മനുഷ്യനെ കൊണ്ടല്ലാതെ വേറെ ആരും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം നാട്ടിൽ അദ്ദേഹം രാവിലെ ഈ പ്രോഗ്രാമുമായിട്ട് ഇറങ്ങിയാൽ അദ്ദേഹം പറയുന്ന കഥകൾ എന്താ? ഏത് മാധ്യമ പ്രവർത്തകൻ ആർജമുണ്ട് തന്റെ ബാല്യകാലത്തെ ചെറുപ്പകാലത്തെ കഥകൾ പറയാൻ, അത് പറഞ്ഞ് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ? ശ്രീകണ്ഠൻ നായരുടെ കഥകൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് റേഷൻ കടയിൽ വെച്ച് കുത്തുകയറ്റ കഥ, അദ്ദേഹത്തിന്റെ അച്ഛൻ നടത്തിയ റേഷൻ കടയുടെ കഥ, അദ്ദേഹത്തിന്റെ നാടിന്റെ കഥ, ജ്യേഷ്ഠന്മാരുടെ കഥ, സഹോദരിമാരുടെ കഥ. അപ്പൊ മലയാളികൾക്ക് ശ്രീകണ്ഠൻ നായർ അന്യമൊന്നുമല്ല, നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് ശ്രീകണ്ഠൻ. അങ്ങനെയൊന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊന്നും നെഞ്ചോട് ചേർത്താൻ ഒരു ജേർണലിസ്റ്റിനും ഒരു മാധ്യമ പ്രവർത്തകനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹാഷ്മി എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇന്ന് കാണുന്ന ബ്രാൻഡാക്കി മാറ്റിയത് 24 ആണ്. സുജയ പാർവതി എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇന്ന് കാണുന്ന ബ്രാൻഡാക്കി മാറ്റിയത് 24 ആണ്. അരുൺകുമാർ എന്ന് പറയുന്ന ഇന്ന് പറയുന്ന ബ്രാൻഡിനെ ബ്രാൻഡാക്കി മാറ്റിയത് 24 ആണ്. ഇവരൊക്കെ പോയാൽ വിജയകുമാർ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇങ്ങനെ ആക്കിയെടുത്തത് 24 ആണ്. അവർക്ക് ടാലന്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ ടാലന്റുകളെ കൃത്യമായി കണ്ടെത്തി പ്ലേസ് ചെയ്തത് 24 ആണെങ്കിൽ, അതിന് അന്ന് നെടുനായകത്വം വളരെ വഹിച്ചിരുന്നത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മനുഷ്യരാണെങ്കിൽ, അദ്ദേഹം തന്നെ ഈ പറയപ്പെടുന്ന 24-ന് ഇപ്പോൾ ഉണ്ടായ ഒരു ഇടിവ്, നിങ്ങൾ പറയുന്ന ഇടിവ് നശിച്ചു ഒന്നുമില്ല. 300 പേരല്ല 3000 പേരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവർ രാജിവെച്ചാൽ 30,000 പേരെ പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശ്രീകണ്ഠൻ നായർക്ക് ഉണ്ട്. പുള്ളി അങ്ങനെയൊന്നും ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. നിങ്ങൾ നോക്കിയോ, ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അവർക്ക് ഇത് നഷ്ടം സംഭവിക്കാൻ പോകുന്ന റിപ്പോർട്ടർ ടിവിക്ക് എത്ര പേരാ പോയെ? അപ്പൊ ഇപ്പൊ 24 തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോഴും ആ ഒരു ശ്രദ്ധയും അവിടെ തന്നെ കിട്ടുകയാണ്. 24ലേക്ക് തന്നെയാണ് ആ ശ്രദ്ധ വരുന്നത്. അതെ, 24 തകർന്നടിഞ്ഞു. ഒരു വിജയകുമാറാണോ 24ന്റെ നട്ടില്? അദ്ദേഹം പോയിട്ടില്ല, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹവും, അതായത് വിജയകുമാറും ഹാഷ്മിയും ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായരും ഒക്കെ ഇലക്ഷൻ റിപ്പോർട്ടിങ് അവർ വൈബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ വൈബ് അരുൺകുമാറും സുജയൊക്കെ ആയിട്ട് ശ്രീകണ്ഠൻ നായർക്ക് നേരത്തെ ഉണ്ട്. പകരക്കാരനായി വേറെ ആൾ വരും. ഞാൻ പണ്ട് നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോഴേ, ഞാൻ HDFC ലൈഫ് ഇൻഷുറൻസിലും അവീവ ലൈഫ് ഇൻഷുറൻസിലും വർക്ക് ചെയ്ത ഒരാളാണ്. അന്ന് നമ്മൾ ഈ മീറ്റിംഗ് എടുക്കും മാസത്തിൽ. നമ്മളല്ല, നമ്മുടെ മേളിൽ ടെറിട്ടറി ഹെഡ് വന്ന് മീറ്റിംഗ് എടുക്കും. അപ്പോൾ ഒരു 10-25 ബ്രാഞ്ചിലെ സെയിൽസ് മാനേജർമാരും ഉണ്ടാവും. നമ്മളാണ് അതിനകത്ത് ഏറ്റവും ചെറുത് ഡെസിഗ്നേഷൻ വൈസ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന മൂത്താപ്പന്മാരൊക്കെ പുറകിൽ പോയിട്ട് നമ്മളെ തള്ളി മുന്നിൽ കൊണ്ടിട്ടു. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രാഞ്ച് വൈസ് സ്ഥാനം എടുക്കും. ആ ബ്രാഞ്ചിലെ ഏറ്റവും മോശം പെർഫോമർമാരായ മാനേജർമാരെ എഴുന്നേറ്റ് നിർത്തിയിട്ട് പൊരിക്കുന്ന പരിപാടിയാണ് റിവ്യൂ മീറ്റിംഗ്. അതെല്ലാം കഴിഞ്ഞിട്ട് കള്ളും ഫുഡും ഒക്കെ അടക്കം ഒരു ആഘോഷ പരിപാടി. അത് പറയാനുള്ളത് മൊത്തം പറഞ്ഞിട്ട് ആഹാരം നിന്ന് വീട്ടിൽ വിടുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് HDFCയിൽ ധർവേഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. പുള്ളി വരുന്നതാണ് നല്ല പവർഫുള്ളാണ്, നല്ല മനുഷ്യൻ. എപ്പോഴും പിന്നെ പുള്ളി വന്നിങ്ങനെ എടാ ചെയ്യണോടാ ഇങ്ങനെ. നമ്മളന്ന് അത്യാവശ്യം പെർഫോമറായിട്ട് നിൽക്കുന്നത് നമ്മളോടൊക്കെ വലിയ കാര്യമാണ്.
പുള്ളി എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ്, ഡാ കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും, കമ്മലിട്ടവൻ പോയാൽ ജിമിക്കിട്ട് വരും, വള്ളം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, വള്ളത്തിന്റെ അറ്റത്ത് തുഴയാൻ ഈ ദർവേഷ് കാണും. ഇത് പലയിടത്തും കേട്ടിട്ടുള്ള ഡയലോഗാ എന്ന് പറയുന്നത് പോലെയാണ്. കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും, കമ്മലിട്ടവൻ പോയാൽ ജിമിക്കിട്ടവൻ വരും. അരുൺകുമാർ പോയപ്പോൾ 24 പോയോ, സുജയ് പോയപ്പോൾ 24 പോയോ, വിജയകുമാർ പോവാണെങ്കിലും 24 പോലെ. കാരണം എന്താ? ആ വള്ളം തുഴയുന്ന ആളുടെ പേര് ആർ ശ്രീകണ്ഠൻ നായർ എന്നുള്ളതാണ്. അദ്ദേഹം പുത്തൻ ആശയങ്ങളുമായി രംഗത്തേക്ക് വരും, പുത്തൻ ആശയങ്ങൾ നടപ്പിലാക്കും. ഇപ്പം ഇതിൻ്റെ ഒരു ബേസിക്സ് ആണ്, ഇതിനൊരു സിമ്പിൾ ലോജിക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മുടെ സ്ഥാപനത്തിൽ 26 പേര് വർക്ക് ചെയ്യുന്നു. ഇതിൽ 20 പേര് ജോലി രാജിവെക്കുകയാണെന്ന് വെച്ചോ, 6 പേരാവുകയാണെന്ന് വെച്ചോ, ഞാൻ അലേർട്ടായല്ലേ പറ്റൂ. കാര്യം എൻ്റെ എഫേർട്ട് ആണല്ലോ ഈ ബാക്കിയുള്ള വന്നു പോയവരെക്കാൾ കൂടുതൽ. ഞാനെടുത്ത ചിന്തകളും ഞാനെടുത്ത പണിയുമാണ് എൻ്റെ ഈ സ്ഥാപനം. അപ്പോൾ അത് താഴോട്ട് പോയി ഞാൻ സമ്മതിക്കുമോ? അപ്പോൾ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവും. കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ആ ബാക്ക് മീഡിയയുമായി ബന്ധപ്പെട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. രോഹിത്തെ, നേരത്തെ കുറേ അവതാരകർ നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം പല ചാനലുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഉണ്ട്, രാഹുൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പുതിയ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡെങ്കിലും രോഹിത് എടുക്കണം, എന്നിട്ട് രാഹുലിന് കൊടുക്കാവൂ. അത് സജഷനാണ്. ഇങ്ങനെ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ കാണുന്ന മുഖം എന്ന നിലയിൽ എന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ അലേർട്ടായാലേ പറ്റൂ. ഞാൻ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തു, ഫെബ്രുവരി മാസമാണ് വരാൻ പോകുന്നത്, കണ്ടന്റുകൾ കയറണം, ഇനി ഇത്ര കണ്ടന്റുകൾ എനിക്ക് എല്ലാ ചാനലിനും വേണ്ടി എടുക്കണം. ഞാൻ സിമ്പിളായിട്ട് ചെറിയ കാര്യമാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താഴെ ഇല്ല, ആകാശത്ത് നോക്കുമ്പോൾ താഴെ ഉറുമ്പ് പോകുന്ന അവസ്ഥയാണ്. ഇവരൊക്കെ വലിയ സംവിധാനങ്ങളാണ്. ആ വലിയ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ഇവരെയാണ് അവിടെയും ഇവിടെയും ഇരുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുന്ന കുറേ ജേർണലിസ്റ്റുകളാണെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. കാരണം ഇവരൊക്കെ പണ്ട് ആഗ്രഹിച്ചിട്ട് അവിടെ ജോലി കിട്ടാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പോയിട്ട് പറഞ്ഞു വിട്ടിട്ടായിരിക്കും. എന്തുകൊണ്ടോ ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബിഗ് ടി വി വരുന്നു, ബിഗ് ടി വിക്ക് ഒരു അജണ്ടയുണ്ട്, ബിഗ് ടി വി അജണ്ട നടപ്പിലാക്കും. അതിലൊന്നും ആർക്കും സമയം. ബിഗ് ടി വിക്കെതിരെ ഒരു ക്യാമ്പയിനുമായിട്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ പിന്നിൽ ആരാണെന്നുള്ളത് എന്തായാലും അതിന് പിന്നിൽ 24 ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. 24-ന് ഒരു വാല്യൂ, ആ വാല്യൂ എന്ന് പറയുന്നത് ആർ ശ്രീകണ്ഠൻ നായർ ഉണ്ടാക്കിയ വാല്യൂ ആണ്. ഇനി ഏത് കൊമ്പൻ വന്നാലും ആ 24 എന്നുള്ള എഴുത്തിനും, ഇപ്പോൾ ഏഷ്യാനെ പറ്റി പറയുന്നത് പോലെ അതിൻ്റെ ഗ്രാഫിക്സിനും ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാമുകൾക്കും ശ്രീകണ്ഠൻ നായരുടെ മുഖത്തിനുമൊക്കെ ലാൻഡിങ് പേജ് വിലയ്ക്ക് മേടിച്ച് കൊടുത്ത് കിട്ടുന്ന വിലയല്ലാത്തൊരു വില ഈ നാട്ടിലുണ്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക്. അത് മതി. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾ അതിനെ വൈകാരികമായി എടുക്കുമ്പോൾ ആ വൈകാരികതയിൽ നിന്ന് അടുത്ത വാർത്തയിലേക്കുള്ള ഷിഫ്റ്റിൽ വേറൊരു സാധനം നൈസായിട്ട് കയറ്റി ആളുകളുടെ മൈൻഡിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മാന്ത്രികത ആർ ശ്രീകണ്ഠൻ നായർക്കുണ്ട്. ആ ടീമിനൊപ്പം പുതിയ ആളുകൾ വരും. ഞാൻ ചോദിക്കട്ടെ, ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരെ കണ്ടുകൊണ്ടാണോ 24 തുടങ്ങി? അതെ, ഏതൊരു മാധ്യമ സ്ഥാപനമായിക്കോട്ടെ, എന്ത് സ്ഥാപനമായിക്കോട്ടെ, ആരും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരൊന്നുമല്ല. ഒന്നുമല്ല. മാനേജ്മെന്റ് നല്ലതാണെങ്കിൽ, ശമ്പളം കൊടുക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ, കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ, അതെ, മാനേജ്മെന്റിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാം പോസിബിൾ ആണ്. ഞാൻ വേറെ കാര്യം ചോദിക്കുന്നു. ഇപ്പം ഒരു 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 സ്ഥാപനത്തിൽ വളരെ ഫെമിലിയർ ആയ ഒരു ഫേസ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫേസ്, അതിന് വലിയൊരു ഓഫർ വരികയാണ്. നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന സാലറി 1,00,000 രൂപയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ 2,00,000 രൂപ തരാം. ഇവർ ഈ ഓഫർ വരുമ്പോൾ തന്നെ എന്താ, ആ മാനേജ്മെന്റിനോട് സംസാരിക്കുക, ദേ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്. കാരണം നിന്നെ നീ ആക്കിയത് അവരാണോ, അവരിത് തരാൻ തയ്യാറാണെങ്കിൽ നീ നിൽക്കണം. അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പേടിക്കുക, പോവുക, അടുത്തടുത്ത് ജോയിൻ ചെയ്യുക, കാശ് മേടിക്കുക. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പൈസ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്നുള്ളതാണ്. മലയാള മാധ്യമ രംഗത്ത് ഏത് മാധ്യമങ്ങൾ കടന്നു വന്നാലും ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ഒറിജിനൽ ഒന്നേ ഉള്ളൂ. ഒറിജിനൽ 2-3 എണ്ണം ഉണ്ട്. പക്ഷേ 24-ന്റെ കോപ്പികൾ പലയിടത്ത് പലതും ഉണ്ട്. മറ്റേൻ്റെ ഒന്നും കോപ്പികളില്ല. ഏഷ്യാനെറ്റ് ഒറിജിനലാണ്, മനോരമ ഒറിജിനലാണ്, മാതൃഭൂമി ഒറിജിനലാണ്, 24 ഒറിജിനലാണ്, മീഡിയ വൺ ഒറിജിനലാണ്. മീഡിയ വൺ ഒറിജിനലാണ്. കാരണം മീഡിയ വൺ ആരും കോപ്പി അടിച്ചു വന്നതൊന്നുമല്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നതൊക്കെ ഒറിജിനലാണോ കോപ്പിയാണോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തട്ടെ.